10 കൊല്ലം മുമ്പ് നമ്മൾ ഖത്തർ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് നമ്മുടെ കൂടെ പോന്നിട്ടുള്ള ഒരാളാണ് ഈ ഇരിക്കുന്നത് കേട്ടോ. നമ്മുടെ ട്രോളി ബാഗ് ഇതിപ്പോൾ നമ്മുടെ വിറക് വരയിൽ ഇരിക്കുകയെന്ന്. ഇതിനകത്ത് കുട്ടികളുടെ സൈക്കിള് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്ത് ഇപ്പോൾ നിലവിൽ എന്തൊക്കെ സംഭവങ്ങൾ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണേ, ഈ ട്രോളി ബാഗ് ഒന്ന് റീസെറ്റ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ സെറ്റാക്കി എടുക്കാൻ പോകട്ടോ. ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ പെട്ടി ഒന്ന് തട്ടിക്കൊട്ടണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വലിയ കച്ചറകളായിട്ട് കാണുന്നില്ല. എല്ലാവർക്കും എന്തിൻ്റെയൊക്കെ കാട്ടങ്ങൾ ഇവിടെ ഇങ്ങനെ കിടക്കുന്നത് കാണുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ എന്തൊക്കെ അഴുക്കൊക്കെ ചെറിയ രീതിയിൽ വന്നിട്ടുണ്ട്. എങ്ങനെയായാലും നമ്മൾക്ക് ഈ ഏരിയ ഒന്നും അധികം വേണമെന്നില്ല. പിന്നെ നമ്മുടെ ടാങ്കിൻ്റെ സ്പേസ് ഈ ഏരിയയാണ് ഏകദേശം വരുന്നത്. ഇതിൻ്റെ നമ്മളിപ്പോൾ ടാപ്പ് എടുത്തിട്ട് ഒന്ന് അളന്ന് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം 20 ഇഞ്ച് നീളം വരുന്നുണ്ട്. അതുപോലെ തന്നെ വീതി വരുന്നത് 14 ഇഞ്ച് വീതി വരുന്നുണ്ട്. ഇതിൻ്റെ താഴ്ച വരുന്നത് ഏകദേശം 7 ഇഞ്ച് താഴ്ചയും വരുന്നുണ്ട്. നമ്മൾ ഗപ്പി ട്രേ ഉണ്ടല്ലോ, നമ്മൾ ഗപ്പികളൊക്കെ ആക്കിയിട്ടുള്ള ആ ട്രേനൊക്കെ ഒന്നും കൂടി സൈസ് കുറച്ച് കൂടുതലുള്ളതായിട്ടാണ് നമുക്ക് തോന്നുന്നത് കേട്ടോ. ഇനി പിന്നെ ഇതിലിപ്പോൾ ഒരു ക്ലോത്ത് പോലത്തെ സംഭവം കിടക്കുന്നത്. അപ്പോൾ ഇതിൽ വെള്ളം നിൽക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമുക്കിതൊക്കെ മാറ്റിയിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ വേറെ ഷീറ്റ് വിരിച്ചു കൊടുക്കുക എന്തെങ്കിലും ചെയ്യണം. അപ്പം ഇതിനിവിടെ ഒരു സിബ് കാണുന്നുണ്ട്. അപ്പോൾ ഈ സിബ് തുറന്ന് നോക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് പിന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണുന്നത് കേട്ടോ. അപ്പോൾ കുത്തി കയറുന്ന സംഭവങ്ങളൊന്നുമില്ല വെള്ളത്തിൻ്റെ ലോഡ് വരുന്ന സമയത്ത്. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മളിപ്പോൾ തൽക്കാലം ഇത് ഇങ്ങനെ തന്നെ ഒന്നും കൊണ്ട് ക്ലോസ് ചെയ്ത് വെക്കുകയാണ്. നമ്മൾ പൈപ്പൊക്കെ തിരിച്ചിട്ടിട്ട് നന്നായിട്ട് ഒന്ന് കഴുകി എടുക്കേണ്ട. അതിന് നല്ല രീതിയിൽ അഴുക്കുണ്ട്. അപ്പോൾ നമ്മൾ മിസ്വാക്കുണ്ടല്ലോ, മിസ്വാക്ക് വെച്ചിട്ടാണ് വരുത്തി എടുക്കുന്നത്. അതിൽ ഇപ്പം തന്നെ ചളി നല്ല രീതിയിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഒന്ന് പോയി കഴിഞ്ഞാൽ നല്ല വൃത്തി കിട്ടും കേട്ടോ, കാണാൻ നല്ല മേന കിട്ടും. അങ്ങനെ നമ്മുടെ ട്രോളി നമ്മൾ നല്ല രീതിയിൽ തന്നെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ട് നല്ല വൃത്തിയുണ്ട് കേട്ടോ കാണാൻ. ഇപ്പോൾ ഇത് തുറന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഈ പോളിത്തീൻ ഷീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു കിലോന് ഒരു 100 രൂപ മുതൽ 150 രൂപ വരെ ഇടയിൽ വില വരുന്ന സാധനം മെറ്റീരിയലാണിത്. ഇത് നമ്മൾ ഹാർഡ്വെയർ ഷോപ്പിലൊക്കെ കിട്ടും. ഇത് നമ്മൾ നേരത്തെ വാങ്ങിച്ച് കുറച്ചിട്ട് പഴയതുണ്ടായിരുന്നു. അപ്പോൾ അതന്നെ വിരിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതിങ്ങനെ വിരിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ കയറി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇതിനകത്ത് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യണം, അല്ലെങ്കിൽ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഇതിൽ കൂടെയൊക്കെ ഇറങ്ങി പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ട്രോളി ബാഗിൻ്റെ സൈഡിൽ ഇപ്പോൾ നമുക്കിങ്ങനെ ആണി കാണാൻ പറ്റും. ഈ വന്ന ആണികളൊക്കെ നമ്മളിങ്ങനെ വളച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ ട്രോളി ബാഗ് തുറന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മാഷാ അല്ലാഹ് അപ്പോൾ നല്ല ഉഷാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം നിർത്താനുള്ള രീതിയിൽ ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വലിയ ബോറിംഗ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് നല്ല ഫിനിഷിങ്ങും ചെയ്യാൻ പറ്റിയത്. ഇനി നമുക്ക് കൂടുതൽ പ്ലാൻസും പിന്നെ അതുപോലെ തന്നെ വേറെ കുറച്ച് പരിപാടിയും കൂടി ചെയ്യാണ്ട് അത് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഭംഗി കൂടുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇനി ബാഗ് അതായത് നമ്മുടെ ടാങ്ക് എവിടെയാണ് ഫിക്സ് ചെയ്യേണ്ടത് ആ സ്ഥലത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു കമ്പി നമ്മളിങ്ങനെ വളച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ടും മറിഞ്ഞു വീകാതിരിക്കാനും അതുപോലെ തന്നെ ഇങ്ങോട്ടും മറിഞ്ഞു വീകാതിരിക്കാനും വേണ്ടി സേഫ്റ്റി കഴിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഓൾറെഡി നേരത്തെ നമ്മൾ ടാങ്കിൻ്റെ പർപ്പസിന് യൂസ് ചെയ്തിട്ടുള്ള ഷീറ്റ് തന്നെയായിരുന്നു. അതുകൊണ്ട് ഇനിയിപ്പോൾ ഈ ഷീറ്റ് നമുക്ക് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ഇട്ടിട്ട് കഴുകിയെടുക്കേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ട് തോന്നുന്നില്ല. കുറച്ചായിട്ട് ഇതിൽ മീനോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ പുതിയ ഷീറ്റല്ല, പഴയ ഷീറ്റ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ ലീക്കൊന്നും ഉണ്ടാവില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത് കേട്ടോ. നമ്മൾ കുറച്ച് വെള്ളം കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും കേട്ടോ. ഒരു ബക്കറ്റ് വെള്ളമാണ് ഇപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളത്. കുറച്ചും കൂടി കയറ്റി കൊടുക്കാനുള്ളൊരു സ്പേസ് ഉണ്ട്. ഇനി നമുക്ക് ടാങ്കിലേക്ക് ഇടാൻ പ്ലാന്റ് വേണം കേട്ടോ. അപ്പോൾ അത് എടുക്കാനും വേണ്ടി വന്നതാണ്. അപ്പോൾ ഈ ഒരു ടാങ്കിലേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വാട്ടർ കേബേജൊക്കെ ബഡാ സൈസാട്ടോ. ഇതൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ടാങ്കിൻ്റെ ചിലപ്പം പകുതിയാവും, അല്ലെങ്കിൽ കാൽഭാഗത്തിന് മേലേക്ക് എങ്ങനെയാലും ഉണ്ടാവും തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് ചെറിയ സൈസ്, ഇപ്പോൾ ഇതൊക്കെ ചെറിയ സൈസാണെങ്കിൽ ഭംഗിയില്ലാത്ത സൈഡൊക്കെ ഇങ്ങനെ പോയ മരത്തുണ്ട്. എങ്ങനെയാലും നമുക്ക് എടുക്കുക, ഒരു 2-3 എടുക്കാം കേട്ടോ. ഇതിനകത്ത് വലിയ ഓവർ സൈസ് ഇല്ലാത്ത ഉണ്ട്. അപ്പോൾ ഇതെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി നമുക്ക് ഫോക്സ് ടെയിലിൻ്റെ പ്ലാന്റ് വേണം. ഫോക്സ് ടെയിലിൻ്റെ പ്ലാന്റ് ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് സിംഗിൾ ലെയറായിട്ടുള്ളത് കിട്ടുമെന്ന് നോക്കട്ടെ, അല്ലെങ്കിൽ നമുക്ക് കിട്ടണത് എടുക്കാം. അത്യാവശ്യം അൽഹംദുലില്ലാ അതിലുണ്ട്. യെസ്, കിട്ടി. അപ്പോൾ പ്ലാന്റും നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ആരോഗ്യമുള്ള പ്ലാന്റ് തന്നെ കേട്ടോ. കണ്ടില്ലേ, അതിൻ്റെ ലീഫൊക്കെ കണ്ടില്ലേ, നല്ല അതായിട്ടുണ്ട്. ചിലത് കാണാൻ നല്ല ഡാർക്കായിട്ട് ഇങ്ങനെ അലിഞ്ഞു പോയിട്ടുള്ള സാഹചര്യങ്ങളുണ്ടാവും. അത് നല്ല നോക്കിയിട്ട് തന്നെ നമ്മൾ എടുത്തുള്ളത്. അപ്പോൾ പ്ലാന്റ് ഇട്ട് കൊടുത്ത് പ്ലാന്റ് ആ ഒരു കഷ്ണം ഇട്ടപ്പോൾ തന്നെ ഏകദേശം നമ്മുടെ ടാങ്കിൽ സെറ്റാട്ടോ. ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും.
അപ്പോൾ പ്ലാന്റ് ഇവിടെ റെഡിയാണ്. ഇനി നമ്മൾ പ്ലാന്റ് വേണമെങ്കിൽ ഇതൊരു ചെറിയ കഷ്ണമാക്കി കൊടുക്കാം, കാരണം ഓവറായി കഴിഞ്ഞാൽ മീൻ ഇടാനുള്ളതല്ലേ. അപ്പോൾ പ്ലാന്റ്സായി. ഇനി നമ്മുടെ വാട്ടർ കേബേജ് ഉണ്ടല്ലോ, വാട്ടർ കേബേജ് ഇട്ട് കൊടുക്കുകയാണ്. രണ്ട് വാട്ടർ കേബേജ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീനിനെ ഇറക്കി വിടാനുണ്ട്. അതിന് മുമ്പായിട്ട് നമ്മളിനി ഇവിടെ ചെറിയൊരു പരിപാടി കൂടി ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടൈലിൻ്റെ കഷ്ണം ഉണ്ട് കേട്ടോ. ആ ടൈലിൻ്റെ കഷ്ണം ഈ ഒരു സൈസ് നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ തന്നെ കിട്ടിയിട്ടുണ്ട് പഴയത്. അപ്പോൾ ഒരു ടൈലിൻ്റെ കഷ്ണം ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഫൈറ്ററിനൊക്കെ ബോട്ടിൽ ചെയ്ത് നോക്കുമല്ലോ, അപ്പോൾ ഈ സ്പേസ് നമുക്ക് യൂസ് ചെയ്യാം. അത് നോക്കാം നമുക്ക് എങ്ങനെയായാലും. നമ്മുടെ പർപ്പിൾ മൂസൈക്കിൻ്റെ ടാങ്കിൽ ഗപ്പി ഏതോ ഒന്ന് ബ്രീഡായിക്കൊണ്ടിരിക്കുന്നുണ്ട് തോന്നിട്ട് കണ്ടില്ലേ. കുഞ്ഞുങ്ങളിങ്ങനെ നടക്കുന്നത് കാണുന്നുണ്ട്. അവിടെ ഇങ്ങനെ 1-2 കാണുന്നുണ്ട് കേട്ടോ. അതിൽ കൂടുതലൊന്നും കാണുന്നില്ല. അപ്പോൾ ബ്രീഡിങ് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അപ്പോൾ ഈ ഒരു ടാങ്കിൽ നിന്ന് നമ്മളിപ്പോൾ മെയിൽസ് ഈ ഫീമെയിൽസിനെ ഇങ്ങനെ ഓടിക്കുന്ന കണ്ടില്ലേ. അപ്പോൾ ഇവർക്ക് സ്ട്രെസ്സ് കൂടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ പ്ലാന്റ്സൊക്കെ ഇവിടെ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടാങ്കിൽ തന്നെ നമുക്ക് മീനിനെ പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബ്രീഡിങ്ങിന് സെറ്റായിട്ടുള്ള ഫീമെയിലിനെ നമ്മൾ മാറ്റുന്നില്ല, പകരം അത് ഇതിൽ തന്നെ കിടന്നോട്ടെ. ഈ ഒരു വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറുമായിട്ട് പൊരുത്തപ്പെട്ടതായിരിക്കും. അപ്പോൾ നമ്മുടെ പർപ്പിൾ മൂസൈക്ക് ഉണ്ടല്ലോ, അതിൻ്റെ മെയിൽസിനെയും അതുപോലെ തന്നെ ബ്രീഡിങ്ങിന് ആവാനുള്ള, അതായത് ഇതിനെ പറ്റിയൊരു പേരൻ്റായിട്ടുള്ള ഇതിനെ പറ്റിയൊരു എണ്ണയെ നമുക്ക് ഇതിൽ നിന്ന് തന്നെ എടുക്കണം കേട്ടോ. അത് പോയാൽ നമ്മുടെ പർപ്പിൾ മൂസൈക്കാണ്. ചെറിയ രീതിയിൽ ഇയറൊക്കെയുള്ള റൈറ്റാണിത്. അപ്പോൾ ഇതിനകത്തുനിന്ന് 2-3 പെയർ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ 3 ഫീമെയിലിനെയും 2 മെയിലിനെയാണ് ഈ ഒരു ടാങ്കിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എടുക്കാനുള്ള റീസൺ വെച്ചാൽ ഏതെങ്കിലും പ്ലാന്റൊക്കെ ഇട്ട് കൊടുത്തതല്ല, അഥവാ ഇനി കുഞ്ഞുങ്ങൾ ഒരു വിരിഞ്ഞിറങ്ങുകയാണെങ്കിൽ കുഞ്ഞുങ്ങളും സേഫായി കിട്ടിക്കോട്ടെ വെച്ചിട്ടാണ് പ്ലാന്റും കൂടി ഇട്ട് കൊടുത്തത് കേട്ടോ. ടൈലിൻ്റെ മുകളിൽ നമ്മൾ ഫൈറ്ററിൻ്റെ ബോട്ടിൽ ഇതും കൂടി വെച്ചോട് കൂടിയിട്ട് കാണാൻ നല്ലൊരു ഭംഗി തന്നെയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള പാഴ്വസ്തുക്കളായിട്ടുള്ള പല സംഭവങ്ങളും ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടാങ്കുകൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈലിൻ്റെ കഷ്ണം ഇവിടെ വെച്ച സമയത്ത് ഇവിടെ ഇതിൻ്റെ അടിയിലൊരു ഡാർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ ഇത്തരത്തിൽ സ്ക്രാപ്പ് യൂസ് ചെയ്തിട്ടൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ മുമ്പ് നമ്മൾ അക്വേറിയം ഉണ്ടാക്കിയതിൻ്റെ ഒരു ചെറിയ പീസ് ഒരു ഗ്ലാസിൻ്റെ കഷ്ണം കിടന്നിട്ട്, അപ്പോൾ ഈ ഗ്ലാസിൻ്റെ കഷ്ണം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വെച്ച് കൊടുത്ത് നോക്കാം. വെറുതെ വിറകുവരയിൽ കിടന്നിട്ടുണ്ടായിരുന്ന ഒരു നമ്മുടെ ട്രോളി ബാഗ് ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ, ഇങ്ങനൊരു ടാങ്കാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സേഫായിട്ട് തന്നെ കുറച്ച് കൂടുതൽ കാലം നമുക്ക് ഈ ഒരു ടാങ്ക് കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം വെച്ചാൽ ഈ ടാങ്കിൽ ഡയറക്റ്റ് വെള്ളം നനയാനൊന്നും പോകുന്നില്ല പുറത്ത്, കാരണം ഉള്ളിൽ ഷീറ്റ് വിരിച്ചിട്ടാണ് നമ്മൾ ടാങ്ക് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അൽഹംദുലില്ലാ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. ഈ ഫൈറ്റർ ബോട്ടിൽ ചെയ്തതിൻ്റെ അടിയിൽ നമ്മൾ ഗ്ലാസും കൂടി വെച്ച് കൊടുത്തോട് കൂടിയിട്ട് ശരിക്കും നല്ല ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ എല്ലാ സൈഡിൽ നിന്ന് നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കാണാൻ കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട്. നിലവിൽ നമ്മൾ കണ്ടില്ല, ഇവിടെ തെർമോകോളിൻ്റെ ബോക്സിൽ ഷീറ്റ് വിരിച്ചിട്ടാണ് നമ്മളിവിടെയൊക്കെ മീൻ വളർത്തുന്നത്. അതുപോലെ തന്നെ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഇത്തരത്തിലുള്ള പാത്രങ്ങളിൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ തെർമോകോളിൻ്റെ ബോക്സിൽ നമ്മൾ സിമെൻറ്റ് ഗ്രൗട്ടായിട്ട് പേസ്റ്റ് ചെയ്തിട്ട് ഇതിനകത്ത് നമ്മൾ ഷ്രിമ്പ് ചെയ്യുന്നുണ്ട്. തൊട്ട് പുറത്ത് തന്നെ നമ്മൾ മീൻ മാർക്കറ്റിൽ മീൻ കച്ചവടക്കാരുടെ കയ്യിലൊക്കെ കാണില്ലേ ഇത്തരത്തിലുള്ള പെട്ടി, ഇതിൽ നമ്മൾ ഷീറ്റ് ഇറക്കിയിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗപ്പി വളർത്തുന്ന ഒട്ടുമിക്ക ആൾക്കാരുടെ കയ്യിലുണ്ടാകുന്നൊരു സംഭവമാണ് ഈ ഫ്രിഡ്ജ് ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്രിഡ്ജ് ബോക്സിലും നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ കണ്ടില്ല, നമ്മൾ അസോള ടാങ്കാണ്, അസോള ചെയ്യുന്ന ഈ ടാങ്ക്. ഇത് നമ്മുടെ ഫ്രൂട്ട്സ് ഒക്കെ ഐറ്റമൊക്കെ വരുന്ന ഒരു ബോക്സ്, അതിനകത്ത് ഷീറ്റ് വെച്ചിട്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെന്താണ് സ്ക്രാപ്പായിട്ട് നമ്മുടെ വീട്ടിൽ കിടന്നിട്ടുണ്ടായിരുന്ന ഈ ഒരു പഴയൊരു ട്രോളി ബാഗ് ഇത് ഉപയോഗിച്ചിട്ട് നമ്മളിപ്പോൾ അൽഹംദുലില്ലാ നല്ലൊരു ടാങ്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.